ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഒരു യുദ്ധക്കളത്തിന് സമാനമാണ്. കടലിടുക്കിന് കുറുകെ അമേരിക്കൻ നാവികസേന തീർത്ത ഉരുക്കുമതിൽ ഭേദിച്ച് $500 മില്യൺ വിലമതിക്കുന്ന നോർഡ് എന്ന റഷ്യൻ സൂപ്പർ യാട്ട് നടത്തിയ യാത്ര ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഉപരോധങ്ങളുടെയും സൈനിക നീക്കങ്ങളുടെയും നിഴലിൽ നിൽക്കുന്ന ഇറാൻ തീരങ്ങളിലൂടെ റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷോവുമായി ബന്ധമുള്ള ഈ ആഡംബര നൗക കടന്നുപോയത് കേവലം ഒരു യാത്രയല്ല, മറിച്ച് വാഷിംഗ്ടണിൻ്റെ അധികാരത്തിന് നേരെയുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. സമുദ്രത്തിലെ ഒഴുകുന്ന കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോർഡ് ദുബായിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് നടത്തിയ ഈ പ്രയാണം അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും റഷ്യയും ഇറാനും എങ്ങനെ ഒത്തൊരുമിച്ച് നേരിടുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ്. 2026 ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 13 അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഹോർമൂസ് കടലിടുക്കിനെ ഒരു നിശബ്ദ മേഖലയായി മാറ്റിയിരുന്നു. പ്രതിദിനം 140ഓളം കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന സുരക്ഷാ അനുമതിയുള്ള കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇക്കണോമിക് ഫ്യൂറി അഥവാ സാമ്പത്തിക രോഷം എന്ന നയത്തിൻ്റെ ഭാഗമായി ഇറാനിലേക്കും തിരിച്ചുള്ള എല്ലാ വ്യാപാര നീക്കങ്ങളെയും തടയാൻ അമേരിക്കൻ നാവികസേന സുസജ്ജമാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം 37ഓളം കപ്പലുകളെ അമേരിക്കൻ സേന തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ് നോർഡ് എന്ന ഭീമൻ യാട്ട് യാതൊരു തടസ്സവുമില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തിയത് എന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നത്. 142 മീറ്റർ നീളമുള്ള നോർഡ് ഒരു സാധാരണ ആഡംബര നൗകയല്ല. ജർമ്മൻ കപ്പൽ നിർമ്മാണശാലയായ ലൂർസെൻ നിർമ്മിച്ച ഈ അത്ഭുതം 2 ഹെലിപാഡുകൾ, സ്വന്തമായി ഒരു അന്തർവാഹിനി, അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. 20 അതിഥികളെ ഒരേ സമയം താമസിപ്പിക്കാൻ സൗകര്യമുള്ള ഈ യാട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത അനുയായിയായ അലക്സി മൊർദാഷോവിൻ്റേതാണെന്നാണ് കരുതപ്പെടുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ 2022 ഈ നൗകയുടെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു. കേമാൻ ഐലൻഡ്സ് പതാക ഉപേക്ഷിച്ച് റഷ്യൻ പതാക സ്വീകരിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ പിടിച്ചെടുക്കപ്പെടാനുള്ള സാധ്യതകളിൽ നിന്ന് നോർഡ് ഒരു പരിധിവരെ രക്ഷപ്പെട്ടിരുന്നു. ഹോങ്കോങ്ങിലും വ്ളാഡിവോസ്റ്റോക്കിലും വിശ്രമിച്ചിരുന്ന ഈ നൗക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയിൽ നടത്തിയ നീക്കം കൃത്യതയോടെ ആസൂത്രണം ചെയ്തതാണ്. നോർഡിൻ്റെ ഈ യാത്ര ഒറ്റയ്ക്കായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓഷ്യൻ ജെറ്റ്, അതുപോലെ ലൂമിന ഓഷ്യൻ എന്നീ ടാങ്കറുകൾ നോർഡിന് അകമ്പടി സേവിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലാറക് ദ്വീപിന് തെക്ക് ഭാഗത്ത് കൂടി അതീവ രഹസ്യമായി നടത്തിയ ഈ യാത്രയിൽ അത്യാധുനിക സിഗ്നൽ ജാമിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. US ഉപരോധം മറികടന്ന് ഇറാനിയൻ എണ്ണ കടത്തുന്ന ടാങ്കറുകളുടെ അതേ പാത തന്നെയാണ് നോർഡും തിരഞ്ഞെടുത്തത്. tankertrackers.com പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഏപ്രിൽ 24 മാത്രം ഏതാണ്ട് 4 മില്യൺ ബാരൽ എണ്ണ അമേരിക്കൻ ഉപരോധം വകവെക്കാതെ ഈ പാതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഉപരോധ നയത്തിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചിട്ടുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഈ യാത്രയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ മാനങ്ങൾ പരിശോധിക്കുമ്പോൾ മോസ്കോയും ടെഹ്റാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൗഹൃദം വ്യക്തമാകും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യയിൽ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെയാണ് ഈ യാട്ടിൻ്റെ സഞ്ചാരം നടന്നത്. 2025 ഒപ്പുവെച്ച സുരക്ഷാ രഹസ്യാന്വേഷണ കരാറുകൾ പ്രകാരം റഷ്യയും ഇറാനും തമ്മിലുള്ള സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട്. മധ്യേഷ്യയിൽ അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ റഷ്യ ഇറാനെ ഒരു കരുവാക്കി മാറ്റുമ്പോൾ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ റഷ്യൻ സഹായം തേടുന്നു. നോർഡ് എന്ന ആഡംബര നൗക ഹോർമൂസ് കടന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ വെറും കടലാസ് പുലികൾ മാത്രമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള റഷ്യയുടെ ശ്രമമായാണ് നയതന്ത്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം മൂലം ആഗോള എണ്ണ വിപണി തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നിയമലംഘനങ്ങൾ അമേരിക്കയുടെ നയതന്ത്ര പരാജയമായി ചിത്രീകരിക്കപ്പെടുന്നു. ഇറാനെ പ്രതിദിനം $500 മില്യൺ നഷ്ടത്തിലാക്കുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും റഷ്യൻ ബന്ധമുള്ള കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകുന്നത് അമേരിക്കൻ നാവികസേനയുടെ നിയന്ത്രണ പരിധിക്കപ്പുറമുള്ള കാര്യമാണോ എന്ന സംശയം ബലപ്പെടുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ കേവലം ദുർബല രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്നും വലിയ ശക്തികൾക്ക് അതിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയുമെന്നതും നോർഡിൻ്റെ യാത്ര തെളിയിക്കുന്നു. ഒമാനിലെ മസ്കറ്റിലുള്ള അൽ മൗജ് മറീനയിൽ നോർഡ് നങ്കൂരമിട്ടത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളെയും പ്രതിഫലിപ്പിക്കുന്നു.
അമേരിക്കൻ ഉപരോധം നിലനിൽക്കുമ്പോഴും റഷ്യൻ നൗകയ്ക്ക് പ്രവേശനം നൽകിയ ഒമാന്റെ നടപടി മിഡിൽ ഈസ്റ്റിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂചനയാണ്. പൂർണ്ണമായും അമേരിക്കൻ ചേരിയിലേക്ക് മാറാൻ ആഗ്രഹമില്ലാത്ത രാജ്യങ്ങൾ റഷ്യയുമായും ഇറാനുമായുമുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ഇത് സമുദ്ര സുരക്ഷാ നിയമങ്ങളെയും രാജ്യാന്തര ഉടമ്പടികളെയും കൂടുതൽ സങ്കീർണമാക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ റഷ്യൻ കപ്പലുകൾ ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നോർഡ് എന്ന സൂപ്പർ യാട്ടിന്റെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള പ്രയാണം വെറുമൊരു ആഡംബര യാത്രയല്ല. അത് ആഗോളക്രമത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയോ ഒരു വ്യക്തിയെയോ പൂർണ്ണമായും തളർത്താൻ കഴിയില്ല എന്ന റഷ്യൻ നിലപാടിന്റെ വിജയമാണിത്. അമേരിക്കൻ ഉപരോധം എന്ന ഉരുക്കുമതിൽ നോർഡിന്റെ ഹെലിപാഡുകൾക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും മുന്നിൽ തകർന്നു പോയിരിക്കുന്നു. സമുദ്രത്തിലെ ഈ നിശബ്ദ പോരാട്ടം വരും വർഷങ്ങളിൽ ലോക രാഷ്ട്രീയത്തെയും സാമ്പത്തിക നയങ്ങളെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കടലിടുക്കിലെ അലകൾ ശാന്തമായേക്കാം. എന്നാൽ നോർഡ് ഉയർത്തിവിട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റ് അത്ര പെട്ടെന്നടങ്ങാൻ സാധ്യതയില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും ഉപരോധങ്ങളും പുനർനിർവചിക്കേണ്ടതിൻ്റെ സമയമായെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.